ജോലിയുടെ കൂടെ IAS KS പോലത്തെ എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അവരെ മുന്നിൽ കാണുന്ന ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ വായിക്കുന്ന അത്രയും ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ജോലിയുടെ കൂടെ കൊണ്ടുപോയാൽ IAS KS പോലത്തെ വലിയ എക്സാമുകൾ നേടാൻ സാധിക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ജോലിയുടെ കൂടെ എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്യേണ്ടത്, ഒരു പ്ലാനിങ് സ്ട്രാറ്റജി പറഞ്ഞു തരുമെന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ ആളുകൾ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ ജോലിയുടെ കൂടെ പഠനം നടത്തുമ്പോൾ അത് IAS ആവട്ടെ KS ആവട്ടെ, ഇനി അതല്ലാത്ത ഏത് ജോലിയിലോട്ടാണ്, ഇപ്പൊ SSC ആണെങ്കിൽ റെയിൽവേ ആണെങ്കിലും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അത്തരം ജോലിയുടെ കൂടെ നിങ്ങൾ 9 to 5 ജോലി ചെയ്യുന്ന ആളാണ്, അതിന്റെ കൂടെ എങ്ങനെയാണ് പഠനം നടത്തേണ്ടത്, പഠനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവണം നിങ്ങൾ നിർബന്ധം ഒരു പഠനം നടത്തേണ്ടത്. ഓക്കെ, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ പൊതുവെ എല്ലാവരും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിവിഷൻ, ഇതൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ജോലിക്കാർ മാത്രം അവരുടെ പ്ലാനിങ്ങിലും അവരുടെ പഠനത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതാണ് കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓൾറെഡി ജോലിക്കാർക്ക് ജോലിയുടെ കൂടെ നിങ്ങൾക്ക് IAS പഠനം അല്ലെങ്കിൽ KS പഠനം നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, IAS പഠനത്തിനാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം ഉണ്ട്, കുറഞ്ഞ ഫീസിലാണ്. KS പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, ഈ പറഞ്ഞ KS-ലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ KS-ന്റെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെയായിട്ട് ദീപുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തൊരു ജോയിൻ ചെയ്യുക. അതിലൂടെ ഞാൻ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും ക്ലാസ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ജോലിയുടെ കൂടെ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജോലി ചെയ്യുന്നവരും ചെയ്യാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ജോലി ചെയ്യാത്ത ആളുകൾക്ക് രാവിലെ 24 അവർ 8 മണിക്കൂർ ഉറക്കം മാറ്റി വെച്ചാൽ 16 മണിക്കൂർ അവരുടെ മുന്നിലുണ്ട്. ജോലി ചെയ്യുന്നവരെന്ന് പറയുന്നത് 8 മണിക്കൂർ ഉറക്കം മാറ്റി വെച്ചാൽ 16 മണിക്കൂർ അവർക്ക് 5 മണിക്കൂറോ 6 മണിക്കൂറോ ജോലിയും കൂടി ചെയ്യേണ്ടി വരുന്നുണ്ട്. 9 മുതൽ 5 വരെ ആണെങ്കിൽ ഒരു 8 മണിക്കൂറോളം ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ടൈം ഒന്നുകൂടി കുറയാണ്, 8 മണിക്കൂറായിട്ട് കുറയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. കാരണം നിങ്ങളുടെ ഷെഡ്യൂള്, ജോലിയുടെ ഷെഡ്യൂൾ ഇപ്പൊ ഷിഫ്റ്റ് ഏതാണെന്ന് നോക്കുക, പകലാണോ രാത്രിയാണോ നോക്കിയിട്ട് പഠനത്തിന് നിങ്ങൾ ഒരു ഷെഡ്യൂൾ ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്കിംഗ് സാഹചര്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏർലി മോർണിംഗ് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. രാവിലെ 5 മണിക്ക് എണീച്ച് 8 മണിക്കാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ 9, 8:30 പോകുന്നതെങ്കിൽ ഒരു 8 മണി വരെ 3 മണിക്കൂർ നല്ല എഫക്റ്റീവ് ആയിട്ട് അവിടെ പഠിക്കാൻ പറ്റും. അപ്പൊ ഏർലി സ്റ്റഡി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഈവനിങ് ആൻഡ് വീക്കെൻഡ് സ്റ്റഡികൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ജോലി കഴിഞ്ഞ് 5 മണിക്ക് വന്നാല് ഒരു 6:30 പഠനത്തിന് ഇരുന്ന് ഒരു 11 മണി വരെ നിങ്ങൾ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വീക്കെൻഡ് ആയിട്ടുള്ള സമയങ്ങളിൽ, കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിൽ മറ്റുള്ളവർ അത്ര സമയമില്ല നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീക്കെൻഡ് ഹോളിഡേയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപാട് സമയമുള്ള ആളുകൾക്ക് മടി കൂടുതലുള്ള സാധ്യത കൂടുതലാണ്. കാരണം സമയം ഉണ്ടല്ലോ, പഠിക്കാം, പിന്നെ പഠിക്കാം, കുറച്ചു പഠിക്കാം. പക്ഷേ സമയം കുറവുള്ള ആളുകളാണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവർ പിന്നത്തേക്ക് മാറ്റി വെക്കൂല. എനിക്ക് സമയം ഇല്ല എന്നുള്ള ആ ഒരു ബോധം അവർക്ക് വരികയും ഉള്ള സമയത്ത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും അത്തരം ആളുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. അതിൽ നമ്മുടെ ടാസ്കുകളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാനും എന്ത് ചെയ്യണം, ഇതിൽ ശ്രദ്ധിക്കണം. കാരണം സമയം കുറവാണെന്ന് മനസ്സിലാക്കി സമയത്തെ കൊല്ലുന്ന, സമയം കളയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം കുറയ്ക്കുക. അത് പഠനത്തുമായി ബന്ധപ്പെട്ട്, പഠനമല്ലാത്ത എന്റർടൈൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുറച്ച് ലിമിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് നിങ്ങൾ ടൈം മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ ആണ്. ഇപ്പൊ UPSC പോലത്തെ അല്ലെങ്കിൽ KS പോലത്തെ എക്സാമിന് ഒരുപാട് സിലബസ്, വലിയ സിലബസ് ആണ്. അപ്പൊ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് വായിക്കാം. അത് ലിമിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ കറക്റ്റ് ആവശ്യമായ റിസോഴ്സ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ആവശ്യമില്ലാത്ത എന്ത് ചെയ്യാൻ, ഓവർ റീഡിങ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, നിർബന്ധ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ, ഇപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ പറയുന്ന ഒരു സംഗതി അറിയുന്നത്, പൊതുവെ പഠിക്കുന്നവരോട് പത്രം വായിക്കണം എന്ന് പറയാറ്. പക്ഷെ നിങ്ങൾക്ക് 2-3 മണിക്കൂർ പത്രത്തിന് കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കറണ്ട് അഫയേഴ്സ് മന്ത്ലി മാഗസിനിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് വളരെ ഷോർട്ട് ആയിട്ട് കിട്ടുന്ന, ജിസ്റ്റ് ആയിട്ട് കിട്ടുന്ന സൈറ്റുകളൊക്കെ ഉണ്ടാവും. മന്ത്ലി ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ വിഷൻ മന്ത്ലി, ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് മന്ത്ലി മാഗസിൻ ആയിട്ട് കിട്ടും. അപ്പൊ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം പത്രം വായിക്കാം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് വായിക്കാം. അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി മെറ്റീരിയല് നമുക്ക് ആവശ്യമുള്ളതിലേക്ക് ലിമിറ്റ് ചെയ്യുക, അനാവശ്യമായത് ഒഴിവാക്കുക. ആവശ്യമുള്ള ഒഴിവാക്കരുത്, അനാവശ്യമായത് എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് NCERT ആയാലും സിലബസ് മെറ്റീരിയൽ ആയാലും ക്ലാസ്സിലെ മെറ്റീരിയൽ ആയാലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് സമയം കുറവാണ്. സമയം കുറവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഉപയോഗിക്കുന്ന ടെക്നോളജി ഉപയോഗിക്കാറില്ലെങ്കിൽ സമയം കുറവാകുന്ന സമയത്ത് അല്ലെ എന്താണ്, അപ്പൊ അത്തരത്തിൽ ടെക്നോളജി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, അഡ്വാൻറ്റേജ് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോട്ടൊക്കെ എഴുതുന്ന സമയം എഴുതിണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. അത് എവർ നോട്ട് പോലത്തെ നമുക്ക് എന്ത് ചെയ്യാം, ആപ്പുകൾ ഉപയോഗപ്പെടുത്താം. നോട്ട്സ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് സ്ട്രക്ചേർഡ് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിൽ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ടെക്നോളജി നമ്മുടെ ഏറ്റവും, അതുപോലെ തന്നെ ഓഡിയോ ബുക്സ് ഒക്കെ ഉപയോഗപ്പെടുത്താം. അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയം, ഇപ്പൊ ഉദാഹരണം ട്രാവലിംഗ് 1 മണിക്കൂറുണ്ട്, ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാഹനത്തിൽ പോകുന്ന സമയത്ത് തന്നെ ക്ലാസ് കേട്ടുകൊണ്ട് പോവാം. അല്ലെങ്കിൽ ജോലിയുടെ ഇടയിൽ എന്ത് ചെയ്യാം, അങ്ങനത്തെ ജോലിയാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു എന്താണ് ജോലിയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഓഡിയോ കേൾക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജോലിയാണ്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സമയം ഉപയോഗപ്പെടുത്താം. അപ്പൊ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അത് ചെയ്യാൻ പറ്റും ഓഡിയോ ബുക്സ് പോലത്തെ കാര്യങ്ങൾ. പിന്നെ ടെസ്റ്റ് സീരീസ്, ഓൺലൈൻ ടെസ്റ്റ് സീരീസുകളൊക്കെ എടുക്കാം. ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ജോലിയുടെ കൂടെ ഉച്ചക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രീ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ സമയത്തിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടെസ്റ്റ് ചെയ്താം. ഇനി അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിനിപ്പോൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ആളുകൾ ചെയ്യാറ് വെച്ചാൽ അവർ ജോലിയുടെ കൂടെ ഇപ്പൊ നമ്മൾ റെക്കോർഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്, അവർ ഹെഡ്സെറ്റും പുതിയ ക്ലാസ് കേൾക്കാറുണ്ട്. നോട്ട് ചെയ്താണെങ്കിൽ പറ്റിയില്ല എന്ന് വരാം, പക്ഷെ ക്ലാസ് കേൾക്കാനുള്ള സമയം അവിടെ ഉണ്ടാവും. അപ്പൊ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് ചെയ്യും, ഒരു നമ്മുടെ അറിവ് കൂടാൻ വേണ്ടി സഹായിക്കും. അത്തരത്തിൽ ടെക്നോളജി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങളെ പ്രിപ്പറേഷന് വേണ്ടി എന്നുള്ളതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സ്മാർട്ട് സ്റ്റഡി, നോട്ട് ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റഡി ഇൻ ബ്ലോക്സ്, പ്രധാനപ്പെട്ട നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്കൽ ഫിക്സ് ചെയ്ത് ഫിക്സഡ് എമൗണ്ട് ടൈം ഫിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകൾ ഉണ്ടാവും, നമുക്ക് വരാൻ സാധ്യതയുള്ള കൂടുതൽ ഏരിയകൾ ഉണ്ടാവും, അത് കൂടുതലായിട്ട് വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ സാധ്യത കുറവുള്ള ഏരിയ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അത്തരത്തിൽ സ്മാർട്ട് വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്മാർട്ട് വർക്ക് എങ്ങനെയാണെന്നുള്ള നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ പറയേണ്ടതാണ്. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഓരോ കാര്യങ്ങളും പറയാൻ പറ്റും, നോട്ട് മേക്കിങ്ങിലായാലും. പിന്നെ സ്മാർട്ട് വർക്കിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് റിവിഷൻ കേട്ടോ. റിവിഷൻ ഉപയോഗം ഇല്ലാതെ പോകരുത്. കാരണം പഠിക്കുന്ന ഒരു ഫുൾ പഠിക്കാന്നൊന്നുമില്ല, അപ്പുറം കുറച്ച് പഠിച്ചാൽ എന്ത് ചെയ്യുക, അത് മാക്സിമം റിവിഷൻ ചെയ്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ്. അപ്പം സ്മാർട്ട് വർക്ക് ഫോക്കസ് ചെയ്യുക, ഹാർഡ് വർക്കല്ല. റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. കാരണം മാർക്ക് കൂടുതൽ നേടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വെറുതെ ഒരു നോളജ് മൊത്തം ഭൂമിയുടെ എല്ലാ നോളജ് കിട്ടാന്നുള്ളതിനപ്പുറം നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്മാർട്ട് സ്റ്റഡി ഫോക്കസ് ചെയ്യുക, ഹാർഡ് വർക്ക് അല്ല. ഹാർഡ് വർക്ക് വേണം, സ്മാർട്ട് വർക്ക് കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ജോലി, പഠനം, ജോലി അങ്ങനെ കൂടുതൽ നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത്, മെന്റൽ വെൽബീയിങ് നിങ്ങൾ വിട്ടുപോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് 1 മാസം പഠിച്ചാൽ പോരാ, 1 വർഷമോ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലേക്ക് ചിലപ്പോൾ ഇത് കിട്ടുക. അപ്പൊ നമ്മുടെ ഹെൽത്ത് ആൻഡ് മെന്റൽ വെൽബീയിങ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്റ്റേ ആക്റ്റീവ്. നമുക്ക് അതിനു വേണ്ടിയുള്ള എക്സസൈസുകൾ, യോഗ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കറക്റ്റ് സ്ലീപ്പിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. സ്ലീപ്പ് ആൻഡ് ഡയറ്റ്, കറക്റ്റ് ആവശ്യമായ ഫുഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള, ബുദ്ധിക്കും വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സ്ഥിരമായിട്ട് ഉറക്കം കിട്ടാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉറക്കം ഒഴിവാക്കി പഠിക്കരുത്. ഉറക്കം ഒഴിവാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച പോകുള്ളൂ, ചിലപ്പോൾ 1 വീക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർത്തി പഠനം. ഇത് എന്ത് ചെയ്യണം, നാളെയും പഠിക്കാനുള്ള തോന്നൽ മനസ്സിനും ശരീരത്തിനും ഉണ്ടാവണം. ആ രീതിയിൽ നമ്മുടെ മെന്റൽ വെൽബീയിങ് നമ്മൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യാം. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് വീക്കെൻഡിൽ, ഹോളിഡേയ്സിൽ ഇന്റൻസീവ് സ്റ്റഡി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെയിലി നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ട് ഹോളിഡേയ്സ്, ഇപ്പോൾ ശനി ഞായറും നിങ്ങൾക്ക് ഹോളിഡേ ആണെങ്കിൽ സാധാ ദിവസങ്ങളിൽ 5 മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതെങ്കിൽ ശനി ഞായറുകൾ 10 മുതൽ 15 മണിക്കൂർ വരെ പഠിക്കാൻ കണ്ടെത്തുക. അപ്പൊ മറ്റുള്ളവരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ ബാലൻസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീക്കെൻഡുകളിൽ കൂടുതൽ മണിക്കൂറുകൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീരെ എന്റർടൈൻമെന്റ് വേണ്ട എന്നല്ല, അതൊക്കെ വേണം. പക്ഷെ ഒന്നും കൂടി കൂടുതൽ എന്ത് ചെയ്യാം, സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ കൺസിസ്റ്റന്റ്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള പഠനത്തിൽ വിജയത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഒരു 1 വീക്ക് പഠിക്കുന്നതിലല്ല വിജയം കിടക്കുന്നത്. 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ നിങ്ങൾ റെഗുലർ ആയിട്ട് കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ടോ, സ്ഥിരമായിട്ട് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് പ്രകാരം തന്നെ പഠിക്കുന്നുണ്ടോ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വിജയം കിട്ടുക. അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ഥിരോത്സാഹം എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം സ്ഥിരമായിട്ട് 5 മണിക്കൂർ, നിങ്ങൾ ജോലിയുടെ കൂടെ ആണെങ്കിലും സ്ഥിരമായിട്ട് ഡെയിലി 5 മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾക്ക് 2 വർഷമോ 1 വർഷമോ പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അല്ലാതെ 15 മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്നതുകൊണ്ടല്ല ജോലി കിട്ടുക, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ജോലി കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. മോട്ടിവേറ്റഡ് ആയിരിക്കുക. മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും നമ്മളെ പ്രോഗ്രസ് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യണം. പക്ഷെ ഇനി പ്രോഗ്രസ് വീക്കാണെങ്കിലും മുന്നോട്ട് പോകണം. ഓക്കെ, വളർച്ച ഉണ്ടാവണം, നിർത്തരുത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിരിക്കാം.
കാരണം നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പഠിക്കുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റൂല, കാരണം ഞാൻ ജോലിയുടെ കൂടെയാണ്, എല്ലാവരും ഫുൾ ടൈം പഠിക്കുക, അങ്ങനെ ചിന്തിക്കണ്ട. ഫുൾ ടൈം പഠിക്കൂലാരും, അതാണ് ഇതിന്റെ പ്രത്യേകത. കുറഞ്ഞ ആളുകൾ, 100-ൽ 1-2 ആളുകൾ അങ്ങനെ പഠിക്കുകയുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞാൽ സമയം ഉണ്ടല്ലോ, കുറച്ചു നേരം ഫോണിൽ കളിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് അവരിപ്പോൾ 1-2 ഫിലിം കാണായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂടെ സംസാരിച്ചിരിക്കായിരിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വായിക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങളും അവരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്ന് ആലോചിക്കുക. നിങ്ങൾക്കുള്ള സമയം, ജോലി കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മോട്ടിവേറ്റഡ് ആയിരിക്കാം. മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു സാമ്പിൾ ഡെയിലി ഷെഡ്യൂൾ നമുക്ക് ഒന്ന് പറയുകയാണെങ്കിൽ ഒരു 5 മണി മുതൽ 7 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടഫ് സബ്ജക്റ്റുകൾ പഠിക്കാം. കാരണം നല്ല ഫ്രഷ് ടൈമുള്ള രാവിലെ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 7 മുതൽ 8 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രാക്ടീസുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു 8 മുതൽ 5 മണി വരെ നിങ്ങളെ വർക്കാണ്, അത് നിങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണ്ട. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഓഡിയോ ഉപയോഗിച്ചിട്ടോ നോട്ട്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടോ കീ പോയിന്റുകൾ റിവിഷൻ തയ്യാറാക്കിയ പോയിന്റ് ഷോർട്ട് നോട്ട്സ് വായിക്കാനോ അങ്ങനെയൊക്കെ സമയം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒരു 5 മണി മുതൽ 6:30 വരെ നിങ്ങളൊന്ന് റിഫ്രഷ് ആവുക. കാരണം നിങ്ങൾ ജോലിക്ക് എടുത്ത് വരികയാണ്, ഒന്ന് റിലാക്സ് ആവുക, ചെറിയ യോഗ കാര്യങ്ങൾ ചെയ്ത് ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ 6:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിക്കുക, ലേറ്റസ്റ്റ് സബ്ജക്റ്റ് പഠിക്കുക. കാരണം വലിയൊരു ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അത്ര ഹാർഡായിട്ടുള്ള ജോലി ഇപ്പോൾ പഠനം നടത്താൻ കഴിയണമെന്നില്ല. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള പഠനം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ആ സമയത്ത്. പിന്നെ 9 മുതൽ 10 വരെ ഡിന്നറും കാര്യങ്ങളൊക്കെ ചെയ്യുക. 10 to 11 വരെ ഒന്നുകൂടി പഠിക്കുക. ഓക്കെ, റിവിഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാം, ആൻസർ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്താം. പിന്നെ ഒരു 11 മുതൽ 5 മണി വരെ ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്താം. ഇത്തരത്തിൽ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഡെയിലി പഠനം നന്നായിട്ട് പഠിക്കാൻ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. 8ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്, ബി പോസിറ്റീവ്. അതുപോലെ തന്നെ സ്റ്റേ പോസിറ്റീവ്. പോസിറ്റീവ് മൈൻഡോട് കൂടി എപ്പോഴും നിലനിൽക്കുക എന്നുള്ളത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. വീക്ക് ആകരുത്. മെന്റലി നമ്മൾ ഫസ്റ്റ് സ്ട്രോങ് ആയി നിൽക്കുക, പിന്നെ ഫിസിക്കലി ആരോഗ്യം കൂടി ശ്രദ്ധിക്കുക. ഹെൽത്ത്, ഭക്ഷണവും ഉറക്കമൊക്കെ ശ്രദ്ധിച്ച് അതും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്ലാനിങ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വേണമെങ്കിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ബൈ.